ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുടെ സാന്നിധ്യം കൊണ്ട് രാജ്യം മുഴുവൻ അഭിമാനത്തിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. നോക്കൂ, ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിലുണ്ടാകുന്ന അമിതമായ ഫ്രിക്ഷനെ തുടർന്നുണ്ടാകുന്ന അമിതമായ ചൂട് ആയിരുന്നു ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒന്നായി, അല്ലെങ്കിൽ ഈ ദൗത്യത്തിലെ ഇപ്പോഴുള്ള ഘട്ടങ്ങളിലെ നിർണായകമായി കണ്ടെത്തിയിരുന്നു. പക്ഷേ അതുകൂടി ഇതാ അതിജീവിച്ചിരിക്കുന്നു. ഇനി കാലിഫോർണിയയുടെ സമുദ്രത്തിൻ്റെ മടിത്തട്ടിലേക്ക് അവർ പറന്നിറങ്ങും. ശാസ്ത്രലോകത്തിൻ്റെ വലിയ വിജയം എന്ന് തന്നെ ഇതിനെ കാണാനാകും. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഘട്ടത്തിലെ വിദഗ്ധൻ കൂടിയായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ദിലീപ് മലയാലപ്പുഴ കൂടിച്ചേരുകയാണ്. എല്ലാം കൃത്യമായിട്ട് പോകുന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്നലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം എല്ലാം നാസയും അതുപോലെ തന്നെ ആക്സിയും നിശ്ചയിച്ച പോലെ തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ പേടകം, അതായത് ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള 4 പേരുമായി നമ്മുടെ പേടകം, ഡ്രാഗൺ പേടകം പസഫിക് സമുദ്രത്തിൽ കൃത്യമായി പതിച്ചു കഴിഞ്ഞു.